ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ സ്ക്രീനിൽ കാണാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് രാഹുൽ റിട്ടേൺസ് ടു ഫൈറ്റ് ഇൻ UP, ചൂസസ് റായ് ബറേലി എന്ന് പറയുന്ന ന്യൂസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ഒരു ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആണ് ഈ ഒരു കാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം പൊളിറ്റിക്കലി ഞാൻ ഈ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഇതിലൊരു എന്താ പറയുന്നത്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ചലഞ്ചർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കോൺഗ്രസുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ബാസ്റ്റിയൻ ആയിരുന്നു ഈ പറഞ്ഞ അമേത്തി എന്ന് പറയുന്ന സീറ്റ്. അതുപോലെ റായ് ബറേലി, ഒരു കാലഘട്ടത്തിൽ ഫൂൽപൂർ, നെഹ്റുവിന്റെ മണ്ഡലമായിരുന്നു. ഫൂൽപൂരൊക്കെ അവർക്ക് എന്നേ നഷ്ടപ്പെട്ടു. അമേത്തിയും റായ് ബറേലി ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഈ അമേത്തി തുടർച്ചയായിട്ട് അവർ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി ജയിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം വയനാട്ടിൽ കൂടെ മത്സരിച്ചത്. ഇപ്പൊ സ്മൃതി ഇറാനി ഇപ്പൊ അവിടുത്തെ MP ആണ്. ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുമെന്ന് എല്ലാവരും കരുതിയത്. അങ്ങനെ മത്സരിച്ച് ആ മണ്ഡലം തിരിച്ചു പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം ലഭിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ മത്സരത്തിൽ നിന്ന് ഒഴിവായി. സത്യത്തിൽ പരാജയ ഭീതി കൊണ്ട് തന്നെയല്ല, അല്ലെ പിന്നെ അങ്ങനെ ഒഴിവാകേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ചുകൂടെ സേഫ് എന്ന് അദ്ദേഹത്തിന് തോന്നിയ റായ് ബറേലി അദ്ദേഹത്തിന്റെ അമ്മയുടെ മണ്ഡലത്തിലേക്കാണ് പോയേക്കുന്നത്. അവിടെ ജയിക്കുമെന്ന് കണ്ടറിയാം. നല്ലൊരു ചലഞ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ പരാജയപ്പെടാം. പക്ഷെ അവിടുത്തെ ചലഞ്ചർ അത്ര നല്ലതല്ല, വീക്കാണ് BJPയുടെ കാൻഡിഡേറ്റ്. അതുകൊണ്ട് അത്ര ഫേമസ് ഒന്നും അല്ല. അതുകൊണ്ട് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ജയിച്ചിരിക്കാം, പക്ഷേ ജയിച്ചേക്കാം. പക്ഷെ എന്നിരുന്നാലും ഇതൊരു സ്ട്രാറ്റജിക്കലി ഭയങ്കര വലിയ മിസ്റ്റേക്ക് ആണ് എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാഷണൽ മീഡിയാസ് ഒക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ആവശ്യമുള്ള ന്യൂസ് എല്ലാം പറഞ്ഞേ ഉള്ളൂ. ഇത് ഹിമാന്ത ബിശ്വ ശർമ്മ, ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. താഴോട്ട് വരുമ്പം വേറെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല, ബാക്കി എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകൾ തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വിൽ PM മോഡി സ്ക്രാപ്പ് 50% ക്യാപ്പ് ഓൺ കോട്ട, ആസ്ക് രാഹുൽ എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. ഇത് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, പക്ഷെ സ്റ്റിൽ അതിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മളുടെ റിസർവേഷൻ എന്ന് പറയുന്നത് 50% ക്രോസ് ചെയ്യാൻ പാടില്ല, ബാക്കി 50% ജനറൽ ആയിരിക്കണം, ജനറൽ കോട്ട ആയിരിക്കണം എന്നാണ്. പക്ഷെ പല സ്റ്റേറ്റുകളിലും ഇപ്പം തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റ്, ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സാംസിലൊക്കെ. പക്ഷേ തമിഴ്നാട് പോലുള്ള പല സ്റ്റേറ്റുകളിൽ 60% കൂടുതൽ റിസർവേഷൻ ഉണ്ട്. പക്ഷെ പലപ്പോഴും അത് കോടതിയിലേക്കൊക്കെ പോയാൽ സുപ്രീം കോടതിയൊക്കെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 50% റിസർവേഷൻ പാടുള്ളൂ. പക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ഈ 50% റിസർവേഷൻ പാടുള്ളൂ എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ഒരു കാര്യത്തിന് അമെൻഡ് ചെയ്ത്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് അതിന്റെ റിസർവേഷൻ ലിമിറ്റ് 50% ഉയർത്തും എന്നുള്ളതാണ് ഇവരുടെ ഒരു വാഗ്ദാനം കോൺഗ്രസിന്റെ. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ മോഡി ഗവൺമെന്റ് അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അയാൾ ചോദിച്ചേക്കുന്നത്. ഓക്കെ, താഴോട്ട് വരുമ്പോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെ NTR എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കാൻഡിഡേറ്റ്സ് യൂസ് കരിസ്മ ഓഫ് NTR ടു കണക്ട് വിത്ത് വോട്ടേഴ്സ് ഇൻ ഖമ്മം എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണ്, ലോക്സഭാ ഇലക്ഷനൊപ്പം ഇന്ത്യയിൽ കുറെ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ 4-5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഒരു വലിയ സ്റ്റേറ്റും, ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇലക്ഷൻ നടക്കുന്ന വലിയ 2 സ്റ്റേറ്റുകൾ. ബാക്കി അരുണാചൽ പ്രദേശും സിക്കിമും ഒക്കെ ചെറിയ ചെറിയ സ്റ്റേറ്റുകളാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ. ഇതിൽ NTRന്റെ പേര് ഇപ്പോൾ വരാൻ കാര്യം, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരുപാട് ഉണ്ടായി. ഇപ്പൊ അങ്ങനെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഒരു കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയിലുണ്ടായ 2 പ്രധാനപ്പെട്ട റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ഒന്ന് AIADMK എന്ന് പറയുന്ന പാർട്ടി. നമുക്ക് എപ്പോഴും ജയലളിതയാണ് അതിന്റെ പേരിൽ ഓർമ്മ വരുന്നതെങ്കിലും ജയലളിതയ്ക്ക് മുമ്പ് അത് ഫൗണ്ട് ചെയ്തത് MGR ആണ്. തമിഴ്നാട് സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, രജനികാന്തിനൊക്കെ എത്രയോ മുകളിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു MGR. അദ്ദേഹമാണ് AIADMK ഫൗണ്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആന്ധ്രാപ്രദേശിൽ അതുപോലെ ഒരു വലിയ സ്റ്റാർ ഉണ്ടായിരുന്നു, MGRന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റാർ. അതാണ് NT രാമറാവു. ഈ NT രാമറാവു അതേസമയത്ത് കർണാടകത്തിലെ ഒരു വലിയ ഒരു MGRന് NTRന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫിലിം സ്റ്റാർ ഉണ്ടായിരുന്നു, അതായത് രാജ്കുമാർ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടങ്ങിയില്ല. ഈ രാജ്കുമാറിന്റെ മക്കളാണ് ശിവരാജ് കുമാറും പുനീത് രാജ്കുമാറും ഒക്കെ. ഓക്കെ, അപ്പോ ഈ NTR ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്ത ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് തെലുഗുദേശം പാർട്ടി. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യയിൽ വലിയ സിമ്പതി വേവ് ഉണ്ടാവുകയും ആ ഇലക്ഷനിൽ BJP വെറും 2 ലോക്സഭാ സീറ്റ്സ് മാത്രം വിൻ ചെയ്യുകയും ചെയ്തൊരു കാലമുണ്ട് 84-ൽ. അന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസ് കഴിഞ്ഞാൽ വിൻ ചെയ്തത് ഈ തെലുഗുദേശം പാർട്ടിയാണ്. അങ്ങനെ ഒപ്പോസിഷൻ ലീഡർ തെലുഗുദേശത്തിന്റെ ആളായിരുന്നു. കാര്യം BJPക്ക് 2 സീറ്റേ ഉള്ളൂ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള പാർട്ടിയാണ് തെലുഗുദേശം. ഒരുപാട് തവണ ഒരു ആന്ധ്രാപ്രദേശ് ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആന്ധ്ര ഭരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് ആണ് നമുക്കറിയാം. അപ്പൊ NTR ആരെന്ന് അറിഞ്ഞിരിക്കുക, തെലുഗുദേശം പാർട്ടിയുടെ ഫൗണ്ടറാണ് NT രാമറാവു. പിന്നെ
നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഇവിടെ കുറച്ച് നമ്മളുടെ വലിയ കൂറ്റൻ കടൽ തിരമാലകളൊക്കെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസ്റ്റൽ ഏരിയാസിലൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊക്കെ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയ കേരളത്തിനും ഉണ്ട്. കോസ്റ്റൽ ഏരിയക്ക് അപ്പൊ കേരളത്തിന് ഒരു അലർട്ട് കിട്ടുന്നുണ്ട്. ഈ അലർട്ട് തന്നേക്കുന്ന ഇൻകോയിസ് ആണ്. ഇൻകോയിസിന്റെ എക്സ്പാൻഷനും അത് എവിടെയെന്ന് പറഞ്ഞിരിക്കണം. INCOIS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്. INCOIS, ദ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ആണ് ഇൻകോയിസ് എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് എവിടെയാണ്? തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ പേജിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ നമ്മളുടെ ഡൊമസ്റ്റിക് കാര്യത്തിനെ കുറിച്ചും സെക്കൻഡ് എഡിറ്റോറിയൽ ഇന്റർനാഷണൽ കാര്യത്തിനെ കുറിച്ചുമാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ പെട്ടെന്ന് പറഞ്ഞു കഴിയാവുന്ന കാര്യമാണ്. ആ എഡിറ്റോറിയൽ വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. സെക്ഷൽ ക്രൈംസ് വീഡിയോസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഇത്. ഈ കർണാടകത്തില് ലോക്സഭാ ഇലക്ഷനിലെ പ്രഡിക്ഷൻസ് ഒക്കെ അനുസരിച്ച് BJP കൂടുതൽ സീറ്റുകൾ വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അവിടെ ശക്തമായ ഒരു പാർട്ടി തന്നെയാണ് അവിടുത്തെ റൂളിംഗ് പാർട്ടിയായ കോൺഗ്രസ്. സിദ്ധരാമയ്യ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കർണാടകത്തില് കോൺഗ്രസ് ശക്തമാണ്. അപ്പൊ BJPക്ക് വലിയൊരു ചലഞ്ചറാണ്. അപ്പൊ അവർക്കൊരു വലിയ ആയുധം വീണ് കിട്ടിയിരിക്കുകയാണ്. ഈ BJPയുടെ സഖ്യകക്ഷിയാണ് പഴയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ദേവഗൌഡയുടെ പാർട്ടിയായ JDS, ജനതാദൾ സെക്യുലർ. ഈ ദേവഗൌഡയ്ക്ക് ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്, പ്രജ്വൽ രേവണ്ണ എന്ന് പറയും. ഈ രേവണ്ണ എന്ന് പറഞ്ഞ അങ്ങയുടെ മകനാണ്. ആ രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ. അയാളാണ് ഹസൻ എന്ന് പറയുന്ന മൈസൂറിനടുത്തുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ MP വരാം. പക്ഷെ അയാൾക്കെതിരെ സീരിയൽ അലിഗേഷൻസ് വന്നേക്കാണ്, സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻസ്. അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ പുറത്തു വന്നു, തെളിവ് സഹിതം. പക്ഷെ അപ്പോഴത്തേക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, MP-മാർക്കൊക്കെ ഈ നയതന്ത്ര പാസ്പോർട്ട് ഉണ്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, അത് വിചാരിച്ച് അയാള് രാജ്യം വിട്ടു. പക്ഷെ അയാളെ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കി മുഖം രക്ഷിക്കാനൊക്കെ BJPയുടെ സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡാമേജ് ഹാസ് ബീൻ ഡൺ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു അലിഗേഷനും അതിന്റെ എവിഡൻസസ് ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ അതിന്റെ ഡാമേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഡിഫെൻസീവ് മോഡിലാണ് അവിടുത്തെ BJP JDS സഖ്യം എന്ന് പറയുന്നത്. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഇവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണന്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് അതിൽ ആക്ട് ചെയ്യുകയും അവർ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഈ സെക്ഷൽ ഹരാസ്മെന്റ് വിക്ടിംസിൽ ഒരാള് ഈ പ്രജ്വൽ രേവണ്ണയുടെ ഫാദർ, അത് രേവണ്ണ, അയാള് അവിടുത്തെ MP മറ്റോ ആണ്, MP MLA ആണ്. അയാള് പിന്നീട് കിഡ്നാപ്പ് ചെയ്ത് ത്രട്ടൺ ചെയ്തു എന്നൊക്കെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കെതിരെയും, അതായത് ഈ അച്ഛനെതിരെയും അന്വേഷണം നടക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പോ ഇതില് സ്ത്രീകളായിട്ടുള്ള വിക്ടിംസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ, ഉത്തർപ്രദേശിന്റെ ഒക്കെ എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട്. ഇതുപോലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻസ് വന്നപ്പോ ശക്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഹരാസ്മെന്റ് നടത്തിയതെന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയും ഈ വിക്ടിം ആയിട്ടുള്ള ആ സ്ത്രീകൾ പലപ്പോഴും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കേസിൽ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പോളിസി മിസ്മാച്ച് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ഇന്നലെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിന്റെ അകത്ത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ കത്തിയിരിക്കുന്നു പലസ്തീൻ വിഷയത്തിന്റെ പേരിൽ എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് ആണ് ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ. ഞാൻ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇന്നലെ ആ വീഡിയോ ഇട്ടത്. കുറച്ച് നാളുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ കരുതിയിട്ടാണ്. കാര്യം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും പെനിൻസിൽവാലിയയിലും അതുപോലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പലസ്തീന് അനുകൂലമായിട്ടുള്ള കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം. കാര്യം പലസ്തീൻ കഷ്ടപ്പെടുന്നുണ്ട്. ഗാസ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. കുട്ടികളും അമ്മമാരും ഒക്കെ കില്ല് ചെയ്യപ്പെട്ടു, പട്ടിണിയിലാണ്. എന്നിട്ടും ഇസ്രായേൽ ഇപ്പോഴും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന് വേണ്ട സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും ക്ലോസസ്റ്റ് അലൈ ആയ അമേരിക്കയാണ്. അമേരിക്ക വീണ്ടും ഫണ്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമേരിക്കൻ കോൺഗ്രസിൽ അവിടുത്തെ നിയമം പാസ്, അവിടെ ഒരു അപ്രൂവൽ കിട്ടിയിട്ട് ഇരിക്കേണ്ട ബൈഡൻ ഗവൺമെന്റിന് അവർ വീണ്ടും എത്രയോ ബില്യൺ ഡോളർ ഇസ്രായേലിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ പിള്ളേര് വലിയ സമരം തുടങ്ങുന്നത്. അപ്പോൾ പക്ഷേ ആ കുട്ടികളെ അവർ അറസ്റ്റ് ചെയ്യാണ്. അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫ്രീ സ്പീച്ചിനും ഡെമോക്രസിക്കും ഹ്യൂമൻ റൈറ്റ്സിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ വേർഡ്സിൽ മാത്രമേ അതുള്ളൂ, അല്ല അവരുടെ ഡീഡ്സിൽ അവരുടെ പ്രവർത്തികളിൽ ഈ കാര്യങ്ങളൊന്നും കാണാനില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പോളിസി മിസ്മാച്ച് എന്ന് പറയുന്നത്. അവരുടെ ആക്ഷൻസും വേർഡ്സും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. ഇസ്രായേൽ എപ്പോഴാണ് അറ്റാക്ക് തുടങ്ങുന്നത് നമുക്കറിയാം. October 7 ഹമാസ് ഇസ്രായേലിൽ അറ്റാക്ക് നടത്തുന്നു, 1200 ആൾക്കാർ മരിക്കുന്നു. അതിന് പകരം അവർ തിരിച്ച് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റാക്ക് പക്ഷേ വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയി പോയി, 34,000-ഓളം പേര് മരിക്കുന്നു.
കുട്ടികളും സ്ത്രീകളുമാണ് അതിൽ കൂടുതലും മരിച്ചത്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം പട്ടിണിയിലാക്കുന്നു. ഏതാണ്ട് 1.4 മില്യൺ, അതായത് 14 ലക്ഷം പാലസ്തീനിയൻസ് റെഫ്യൂജികളാവുന്നു. എന്നിട്ട് ബൈഡൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഇസ്രായേല് ആ ഒരു ജീനോസൈഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ വംശഹത്യ എന്ന് പറയുന്ന കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. അതേ സമയത്ത് തന്നെ റെഡ് സീൽ ഹൂതീസ് എന്ന് പറയുന്ന ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിഷ്യ അവർ ഷിപ്പുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നതിന്റെ ഇടയിൽ ഇതൊക്കെ ഒരു വലിയ വാറിലേക്ക് നയിക്കാം. പക്ഷെ സ്റ്റിൽ US-ന്റെ തന്നെ ഇടപെടലുകൾ കൊണ്ട് തന്നെ ആ വലിയൊരു വാറിലേക്ക് അത് പോയില്ല. പക്ഷേ എന്നിരുന്നാലും വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ ഇസ്രായേലിനും പാലസ്തീനും വെളിയിലേക്ക് ആ സംഘർഷം ചെറിയ രീതിയിലെങ്കിലും വ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ബൈഡൻ സീസ് ഫെയർ ഉണ്ടാക്കാനും ഈ ഇസ്രായേലിനെ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ ഹോസ്റ്റേജസിന്റെ പരസ്പരം കൈമാറാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ അതുപോലെ ഇറാനുമായിട്ട് ഇസ്രായേൽ ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇറാനെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി US-ന്റെ ഫോഴ്സസ് കാണത്തില്ല എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും അമേരിക്ക പ്രീച്ച് ചെയ്യുന്ന കുറെ വാല്യൂസ് ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ. അപ്പം ആ വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ ആ വാല്യൂസ് അപ്കീപ്പ് ചെയ്യുന്ന രീതിയിലല്ല അമേരിക്കയുടെ ഇടപെടലുകൾ. കാര്യം എന്ന് വെച്ചാൽ അമേരിക്ക തന്നെയാണ് ഇപ്പോഴും അവർ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നത്, ആയുധങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നതും എല്ലാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് $17 ബില്യൺ വീണ്ടും സഹായം കൊടുക്കാൻ വേണ്ടി അമേരിക്കൻ കോൺഗ്രസിൽ ഇപ്പം എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇപ്പോ US ഇലക്ഷൻ നടക്കാൻ പോയാണ്. ഇലക്ഷനിൽ ഓൾറെഡി 81 വയസ്സുകാരനായ പ്രസിഡന്റ് ബൈഡൻ വൾണറബിൾ ആണ്. ട്രംപ് ജയിക്കുന്നതാണ് ഇതുവരെയുള്ള ഒപ്പീനിയൻ പോൾസ് എല്ലാം. അദ്ദേഹത്തിന്റെ പൊസിഷൻ കൂടുതൽ വീക്കൺ ചെയ്യാൻ ഈ ഇസ്രായേലുമായിട്ട് ഉള്ള US-ന്റെ ഈ ഇസ്രായേലിനെ, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേലിനെ തടയാൻ ശ്രമിക്കാതെ അവര് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബൈഡൻ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും US പ്രസിഡന്റ് ഇലക്ഷനിൽ ഈ പറഞ്ഞ ബൈഡനെ പ്രതികൂലമായി ബാധിക്കും എന്നും പിന്നെ ഈ കുട്ടികളുടെ ഈ പ്രശ്നത്തിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ ഹിന്ദുവിൽ നല്ല 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പാരഡോക്സ് ഓഫ് ഇന്ത്യസ് ഗ്ലോബൽ റൈസ് ഇറ്റ്സ് റീജിയണൽ ഡിക്ലൈൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ഹാപ്പി മോൺ ജേക്കബ് എന്ന് പറഞ്ഞ ആള് നല്ല ആർട്ടിക്കിൾസ് ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് എഴുതുന്ന ആളാണ്. ഞാനത് വായിച്ചു നോക്കിയാൽ വളരെ നല്ല ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. അതിന്റെ കണ്ടന്റ് വേറെ ഒന്നുമല്ല. ഇന്ത്യ കഴിഞ്ഞ 2 സെഞ്ചുറീസ് എടുത്ത് നോക്കിയാൽ, 2 സെഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ 200 വർഷം എടുത്ത് നോക്കിയാൽ അതിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പൊസിഷനിലാണ് വേൾഡിൽ. എക്കണോമിക് പവർ ഹൗസ് ആയിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. ഡിഫൻസ് രീതിയിൽ ഇന്ത്യ മുന്നേറുന്നു. സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വലിയ പ്രാധാന്യം വെസ്റ്റേൺ നേഷൻസും അമേരിക്കയൊക്കെ കൊടുക്കുന്നു. പക്ഷെ ആ സമയത്തും ഇന്ത്യയുടെ ഇന്ത്യയിലെ റീജിയൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ റീജിയനാണ്. ആ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യക്ക് പവർ ഡിക്ലൈൻ ഉണ്ടാകുന്നു. അതിന്റെ കാരണങ്ങൾ അത് അനലൈസ് ചെയ്യുന്നു. ലോകത്ത് കിടിലം, അതായത് നമ്മളിപ്പോ പറയൂലേ സ്വന്തം വീട്ടിൽ എലി പക്ഷെ നാട്ടിൽ പുലി എന്ന് ചില ആൾക്കാരെ കുറിച്ച് പറയൂലേ, ആ പറഞ്ഞ പോലെ നമ്മളുടെ റീജിയനായ സൗത്ത് ഏഷ്യൻ റീജിയനിൽ നമ്മുടെ ക്ലൗഡ് കുറയുന്നു, അതേസമയത്ത് ലോകത്ത് നമ്മളുടെ ക്ലൗഡ് കൂടുന്നു. ആ ഒരു കോൺട്രഡിക്ഷനെ കുറിച്ചാണ്. അതിന്റെ കാരണമുണ്ട്. അത് നമുക്ക് സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവർക്ക് ഈ ആർട്ടിക്കിൾ വായിക്കാതെ തന്നെ എന്തുകൊണ്ടാണ് മനസ്സിലാവും. എനിക്കത് വായിക്കുന്നതിന് മുമ്പേ മനസ്സിലായത് എന്തുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യക്ക് ഒരു ക്ലൗഡ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ പണ്ട് ചൈന ഒരു സൂപ്പർ പവർ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ചൈന ഇന്ത്യയുടെ വിസിനിറ്റിയിൽ, ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം വിസിനിറ്റിയിലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവരുടെ പവർ ഇപ്പം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. അപ്പം US-ന് തുല്യമായിട്ടുള്ള ഒരു പവറായി അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പവറാണ്. ഇന്ത്യയെക്കാളും ഒരു 3 മടങ്ങ് ശക്തിയുള്ള പവറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ മാൽദീവ്സിനെയോ അല്ലെങ്കിൽ ശ്രീലങ്കയോ നേപ്പാളിനെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഇന്ത്യക്കാളും ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യൻ ഹെഗിമോണിയ അവർക്ക് ഓവർകം ചെയ്ത് വളരാൻ പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ കാരണം. പക്ഷെ വേൾഡ് എന്ന് നോക്കുമ്പോൾ വേൾഡ് ചൈന അല്ലല്ലോ. വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്പ് വരും, അമേരിക്ക വരും, അവർക്ക് ഇന്ത്യ പസഫിക് മേഖലയിലുള്ള താല്പര്യങ്ങൾ വരും. അപ്പൊ അവിടെ അവരെല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഇന്ത്യയാണ് മെയിൻ അലയായിട്ട്, അല്ലാതെ ചൈന അവർക്ക് ഒരിക്കലും അലയല്ല. ചൈന അവരുടെ ഒരു എനിമി എന്ന് വേണമെങ്കിൽ എനിമി എന്ന് തന്നെ പറയാം, അവരുടെ ഒരു ചലഞ്ചറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ഓർഡറിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു. അതാണ് ഇത് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് അല്ലാതെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതിൽ ചില ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുള്ള G20, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ G20 മീറ്റിംഗ് ഡൽഹിയിൽ വെച്ചാൽ നടന്ന G7 മീറ്റിംഗിൽ ഇപ്പം റോമിൽ വെച്ച് നടക്കാൻ പോയ ഇറ്റലിയിൽ നമ്മൾ അതിലെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇപ്പം ചൈനയിൽ നിന്ന് അതിൽ ഇൻവൈറ്റ് ചെയ്യല്ല. ക്വാഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ,
ബ്രിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. അതിലിപ്പോ സൗദി അറേബ്യയും അർജന്റീന ഇല്ല, ബ്രസീൽ പണ്ടേ ഉണ്ട്, സൗദി അറേബ്യ, അതുപോലെ UAE, നൈജീരിയ, ഈജിപ്ത്, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ബ്രിക്സ്. പക്ഷേ പണ്ട് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. അങ്ങനെ കുറച്ച് ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് അതിൽ പറയാനുള്ളത്. നിങ്ങളത് വായിച്ചു നോക്കാം, നല്ലൊരു ആർട്ടിക്കിളാണ്. ഇനി രണ്ടാമത്തെ, ദിസ് ഈസ് ദ ഇയർ ടു ഗെറ്റ് ദ SDG ഗോൾസ് ബാക്ക് ഓൺ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. SDG നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. SDG എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് SDG. 2015 യുണൈറ്റഡ് നേഷൻസ് സെറ്റ് ചെയ്ത ഗോൾസ് ആണ് വേൾഡിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2015 ആ ഇയർ പഠിച്ചു വെച്ചേക്കണം. 2015 UN വേൾഡിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ വിച്ച് ഇയർ, ബൈ 2030 വേൾഡ് ഷുഡ് അച്ചീവ് ദീസ് ഗോൾസ് ആൻഡ് UN സെറ്റ് 17 ഗോൾസ് ഫോർ ദ വേൾഡ് ടു അച്ചീവ്. അപ്പൊ അതില് ആ 17 ഗോൾസിൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി വരെ, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ശുദ്ധവായു, എല്ലാവർക്കും വെള്ളം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എൻവയോൺമെന്റ് നല്ലതായി വയ്ക്കുക. പക്ഷേ കോവിഡ് ഒക്കെ വന്ന് 2-3 വർഷമായിട്ട് ഈ SDG ഗോൾസിന്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഓഫ് ദ ട്രാക്ക് ആണ്. പക്ഷെ അത് ഓൺ ട്രാക്ക് വരേണ്ട സമയമായി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിളാണിത്. അപ്പൊ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം, SDG ബൈ 2030 ആണ് രാജ്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2015 ഇത് വരുന്നത്. UN ആണ് ആ ഗോൾസ് സെറ്റ് ചെയ്തത്. മൊത്തം 17 ഗോൾസ് ആണ്. ഈ ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ്, യുണൈറ്റഡ് നേഷൻ സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടന്നായിരുന്നു ന്യൂയോർക്കിൽ. അപ്പൊ എവിടെയാണ് നടന്നത്? ന്യൂയോർക്കിൽ വെച്ച് യുണൈറ്റഡ് നേഷൻ സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടന്നു കഴിഞ്ഞ സെപ്റ്റംബർ 18 19 അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത പേജ് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോ അതിനടുത്ത പേജില് ഇറാൻ റിലീസസ് ഓൾ ക്രൂ മെമ്പേഴ്സ് ഓഫ് സീസ്ഡ് കണ്ടെയ്നർ വെസൽ. ഈ ഇടയ്ക്ക് ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പോർച്ചുഗലിലേക്ക് പൊക്കോണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു ഇസ്രായേലുമായിട്ട് എന്തോ ബന്ധമുള്ള ഒരു ഷിപ്പിനെ ഇറാൻ പിടിച്ചെടുത്തു. അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന മെജോറിറ്റി ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു. അങ്ങനെ ഇന്ത്യയുമായിട്ട് ഇറാന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ ആ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ഇന്ത്യക്കാരായിട്ടുള്ള ആ ക്രൂ മെമ്പേഴ്സിനെ ഫുൾ ഇപ്പൊ ഇറാൻ മോചിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനെ കുറിച്ചാണ് ആ ന്യൂസ്. പിന്നെ താഴോട്ട് വരുമ്പോ നിജാർ കില്ലിംഗ്, കനേഡിയൻ പോലീസ് അറസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഹിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. നിജാർ കില്ലിംഗ് ആണ് നമ്മളും കാനഡയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര മോശമാക്കിയത്. കനേഡിയൻ സിറ്റിസണും പക്ഷേ ഇന്ത്യ ഭീകരരായിട്ട് മുദ്രകുത്തിയിരിക്കുന്ന ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ആള് കാനഡയിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടു. അത് ഇന്ത്യയുടെ റോയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇന്ത്യയുടെ സീക്രട്ട് ഏജൻസി റോയുടെ പണിയാണെന്ന് പറഞ്ഞ് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഓപ്പൺ ആയിട്ട് അലിഗേഷൻ ഉന്നയിക്കുകയും ഇന്ത്യയും കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വഷളാവുകയും ചെയ്തിരുന്നു. അപ്പൊ അത് നടന്നിട്ട് കുറച്ചു കാലമായി. ഞാനന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഒന്നും ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യ പ്രസ് ഫ്രീഡം സ്കോർ ഫെൽ ഓവർ ദ ലാസ്റ്റ് ഇയർ. RSF എന്ന് പറഞ്ഞാല് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. പക്ഷെ അത് ആക്ച്വലി ഇംഗ്ലീഷ് അല്ല, അതുകൊണ്ടാണ് ഈ RSF എന്ന് പറഞ്ഞത്. ഇംഗ്ലീഷിൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നാണ് പറയുന്നത്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അവരാണ് എല്ലാ വർഷവും വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഉണ്ടാക്കുന്നവരാണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ഇന്ത്യക്ക് അതിലെ റാങ്ക് 159 ആണ്. ഇന്ത്യയിലെ പ്രസ് ഫ്രീഡം, പത്രസ്വാതന്ത്ര്യം വളരെ മോശമാണെന്നാണ് ഇവര് പറയുന്നത്. ആരാണ്? റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. പക്ഷെ അമേരിക്കയൊക്കെ അതിൽ വളരെ മോശം റാങ്കാണ്. അമേരിക്കയ്ക്ക് 55 കണ്ടാണ് റാങ്ക്. ഇതിൽ ഒന്നാം റാങ്കില് നോർവേയും ഡെൻമാർക്കും ആണ്. 1, 2 റാങ്കുകളിൽ നോർവേ ആൻഡ് ഡെൻമാർക്ക്. നോർവേയും ഡെൻമാർക്ക്. പിന്നെ ബാക്കി താഴോട്ട് വരുമ്പോ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ മണിപ്പൂർ കലാപം 1 വർഷമായിട്ട് ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഇന്തോനേഷ്യ agree to enhance defense industry collaboration. അപ്പൊ ഇന്ത്യയും ഇന്തോനേഷ്യയും, ഇന്ത്യക്ക് പൊതുവെ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. ആസിയാനിലെ ഒരു രാജ്യമായിട്ട് പോലും ഇന്ത്യക്ക് മോശം ബന്ധമല്ല. ആസിയാൻ മീൻസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. മൊത്തം 10 രാജ്യങ്ങളാണ് ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലായ ജക്കാർത്തയാണ് ആസിയാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്.
ഇന്തോനേഷ്യക്ക് പുതിയ ക്യാപിറ്റലൊക്കെ വരാൻ പോയാണ്. അപ്പൊ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആണ്. ജോക്കോ വിഡോഡോ, ജോക്കോ ജോക്കോ വിഡോഡോ, WIDO. ഇന്തോനേഷ്യ പുതിയ പ്രസിഡന്റ് ഇപ്പൊ വരും. എന്തോ ഒരു സുബിയാന്തോ സംതിങ്. ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലാണ്, നോക്കിയാൽ മതി. കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഉണ്ടത്. അപ്പൊ അവിടെ ഇലക്ഷൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ജോക്കോ വിഡോഡോ പഠിച്ചാൽ മതി. ജോക്കോ വിഡോഡോ മാറിയിട്ടില്ല. മാറിയതിനു ശേഷം മറ്റേ ആൾ വരുള്ളൂ. അപ്പൊ ഈ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലും, ഇന്ത്യയും മലേഷ്യയും തമ്മിലും, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലും, ഇന്ത്യയും തായ്ലൻഡും തമ്മിലും, ഇന്ത്യയും ഫിലിപ്പൈൻസ് തമ്മിലും, ഇന്ത്യയും കംബോഡിയയും തമ്മിലും, ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലും, ഇന്ത്യയും മ്യാൻമറും തമ്മിലും, ഇങ്ങനെ ഓൾമോസ്റ്റ് എവറി ആസിയാൻ രാജ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ നല്ല ആസിയൻ രാജ്യങ്ങൾ, അവരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ ഇന്ത്യക്ക് ഇന്തോനേഷ്യയായിട്ട് ഡിഫൻസ് കൊളാബറേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് എന്താണ് നടന്നു. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി ആദ്യം പങ്കെടുത്തത്. ഡിഫൻസ് മിനിസ്റ്റർ അല്ല, ഡിഫൻസ് സെക്രട്ടറി ഗിരിധർ അരമാനെ ആണ് ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി. ഗിരിധർ അരമാനെ അന്ന് പഠിച്ചു വെച്ചേക്കണം. അതാണ് ആ പേജിലുള്ള. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മാർച്ച് മൈനിങ് ഔട്ട്പുട്ട് ഗ്രോത്ത് സ്ലോസ് ടു 1.2% ഇൻ സിഗ്നൽ ഫോർ IIP. അത് ഇത് പഠിച്ചാൽ മതി. IIP പഠിച്ചാൽ മതി. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ മന്ത്ലി ഉള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ മന്ത്ലി ഉള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ്, മൊത്തം ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് IIP ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് കോർ സെക്ടർ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറഞ്ഞത്. ദാറ്റ് ഈസ് ഓൺലി ഫോർ 8 ഇൻഡസ്ട്രീസ്. 8 ഇൻഡസ്ട്രീസിനാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് അറിയപ്പെടുന്നത്. അതല്ല IIP. IIP ഈസ് ഫോർ ദ ഹോൾ ഇൻഡസ്ട്രീസ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് NSO. അപ്പൊ അതിലിപ്പം ഓൾറെഡി ഇപ്പം മൈനിങ്ങിന്റെ മാത്രം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ IIP-ക്കകത്ത് വരുന്നതാണ് ഈ മൈനിങ് ഒക്കെ. അപ്പം ടോട്ടൽ IIP കഴിഞ്ഞ വർഷം ചിലപ്പോൾ കുറവായിരുന്നായിരിക്കും. അത് ഇനി വരാൻ പോണേയുള്ളൂ. 10th വരുള്ളൂ, ഈ മാസം 10th വരുള്ളൂ IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. പിന്നെ സെൻസെക്സിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. സെൻസെക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. സെൻസെക്സ് ഇന്ത്യയുടെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്, 30 ഷെയർസ് വെച്ച് സെൻസെക്സ് കാൽക്കുലേറ്റ്. പിന്നെ സെബി, അദാനി ഗ്രൂപ്പ് കമ്പനീസ് ആയിട്ടുള്ള പ്രശ്നം. സെബി സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സെബി സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ള ആണ് എന്റെ എക്സ്പാൻഷൻ. സെബിയുടെ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ച്. അതുപോലെ HDFC ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ HDFC ബാങ്കിന്റെ ചെയർമാനായിട്ട് അദാനു ചക്രവർത്തിയെ റീഅപ്പോയിന്റ് ചെയ്തു. അദ്ദേഹമായിരുന്നു, അദാനു ചക്രവർത്തി തന്നെയായിരുന്നു അവന്റെ ചെയർമാൻ. റീഅപ്പോയിന്റ് ആണ് ചെയ്തത് അദാനു ചക്രവർത്തിയെ. അദാനു ATANU, അദാനു ചക്രവർത്തി. HDFCയുടെ ചെയർമാൻ. HDFCയുടെ ചെയർമാൻ അല്ല അവിടുത്തെ വലിയ പോസ്റ്റ്. HDFCയിലെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ CEO ആണ്. HDFCയുടെ CEO ശശിധർ ജഗദീശനാണ്. ഇതൊക്കെയാണ് ഈ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോ മിലിറ്ററി അസാൾട്ട് ഓൺ റാഫ കുഡ് ലീഡ് ടു ബ്ലഡ് ബാത്ത് സേസ് WHO. WHOയുടെ ചീഫ് ടെഡ്രോസ് അദ്നം ഗബ്രിയേഷൂസിന്റെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചീഫാണ് ടെഡ്രോസ് അദ്നം ഗബ്രിയേഷൂസ്. ടെഡ്രോസ് അദ്നം ഗബ്രിയേഷൂസ്, WHOയുടെ ചീഫ്. പിന്നെ China sends a probe to get samples from the far side of the moon. China on Friday launched a lunar probe to land on the far side of the moon and return with samples. And the പേര് Chang'e 6 lunar probe. Chang'e 6 എന്നാണ് അതിന്റെ പേര്. Chang'e 6. ഓക്കെ. പിന്നെ സ്പോർട്സ് പേജിൽ ഒന്നും പറയാൻ കാണത്തില്ല പ്രത്യേകിച്ച്. IPL ആണ്. പിന്നെ ISLന്റെ ഫൈനലായി മുംബൈ സിറ്റി ഡിഫൻഡിംഗ് ചാമ്പ്യൻ മോഹൻ ബഗാൻ ഫൈൻസ് മുംബൈ സിറ്റി FC സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ മുംബൈ സിറ്റി FCയും മോഹൻ ബഗാനും തമ്മിലാണ് ISLന്റെ ഫൈനൽ, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ. അത് ഫൈനൽ കഴിയട്ടെ, ജയിക്കുമ്പോൾ നമുക്ക് പഠിച്ചാൽ മതി ആരാണ് ജയിച്ചതെന്ന്.
അത്രയാണ് ഇന്നത്തെ പത്രം എന്ന് പറയുന്നത്. ഇനി ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമുക്ക് നോക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ ഞാൻ പറഞ്ഞല്ലോ പ്രജ്വൽ രേവണ്ണയുടെ കാര്യം, റേപ്പ് കേസൊക്കെ, അതായിരുന്നല്ലോ ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലൊക്കെ. അപ്പൊ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നില്ല. വേറൊരു ന്യൂസ് ഉള്ളത്, ഇന്ത്യ പ്രൊട്ടസ്റ്റ് ചൈനീസ് റോഡ് കൺസ്ട്രക്ഷൻ ഇൻ POK വാലി. ഈ POK എന്ന് പറഞ്ഞാൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടേതാണെന്നാണ് ഇന്ത്യയുടെ വാദം. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കാനിരിക്കുന്ന പ്രദേശമാണ്, ഇത് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ പാകിസ്ഥാൻ അത് അംഗീകരിക്കുമല്ലോ. അപ്പൊ പാകിസ്ഥാനിൽ ഇവിടെ ഒരു പരിപാടി ചെയ്തു. പാകിസ്ഥാൻ അതിലെ കുറച്ച് പ്രദേശം ചൈനയ്ക്ക് കൈമാറി കുറച്ചു കാലം മുമ്പ്. ആ പ്രദേശത്തിന്റെ പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു സെക്കൻഡ്. ഷക്സ്ഗം വാലി എന്നാണ്. ഷക്സ്ഗം വാലി. ഷക്സ്ഗം വാലി ഇത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീരെ നമ്മളതാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഷക്സ്ഗം വാലി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കയ്യിരിക്കുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ പ്രദേശം ചൈനയ്ക്ക് കൈമാറിയ ഇന്ത്യയുടെ ക്ലൈമറ്റ്സ് അത് ഇന്ത്യയുടെ അല്ലേ. അപ്പൊ ചൈനയ്ക്ക് കിട്ടി എന്തായാലും. അത് 1963 പാകിസ്ഥാനിലെ എഗ്രിമെന്റ് വഴിയാണ് അത് കൈമാറിയത്. ഇവിടെ ചൈന ഇപ്പം ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോയാണ്. അപ്പം അത് ഇന്ത്യ എതിർക്കുന്നു. ഇന്ത്യ എതിർത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇതിപ്പോ ഓൾറെഡി ചൈനയിൽ ഇരിക്കുകയാണ്, ഇത് പാകിസ്ഥാൻ കൊടുത്തതാണ്. പക്ഷെ പാകിസ്ഥാൻ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ആയതുകൊണ്ട് പാകിസ്ഥാന്റെ നല്ലത് ഇന്ത്യയിലാണെന്ന് ഇന്ത്യയുടെ വാദം. ഓക്കെ, പിന്നെ ഇത്രയാണ് അവിടെ പറയാനുള്ളത്. അതിനടുത്ത പേജ് പോകുമ്പോ ഇവിടെ ഒന്നും പറയാനില്ല. നെക്സ്റ്റ് പേജ് പോകുമ്പോ ഇവിടെയും ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ നത്തിങ് ഈസ് ദെയർ സ്റ്റേറ്റ്സ് പേജിലൊന്നും. പിന്നെ സ്പോട്ട്ലൈറ്റ് പേജ് വേണ്ട, മെട്രോ പ്ലസ് പേജ് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ നമ്മളത് പഠിക്കണം. ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ GST കളക്ഷൻ കഴിഞ്ഞ മാസം ഏപ്രിലിൽ രേഖപ്പെടുത്തി. അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്. 2.1 lakh crore എന്ന് പറയുന്ന ചരിത്ര നേട്ടമാണ് GST നേടിയത്. 2 lakhs crore ഒരിക്കൽ പോലും ക്രോസ് ചെയ്തിട്ടില്ല GSTയുടെ മന്ത്ലി കളക്ഷന്റെ കാര്യത്തില്. പക്ഷെ GST ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. GST ഓൾവേസ് ഷോയിങ് ഇൻക്രീസിംഗ് ട്രെൻഡ് ഫ്രം ദ 2017 July 1st ഇറ്റ്സ് കമൻസ്മെന്റ് ഡേറ്റ്. അതിന്റെ കമൻസ്മെന്റ് ഡേറ്റ് ആയ 2017 July 1st തൊട്ട് ഇന്ന് വരെ അത് അപ്വേർഡ് ട്രെൻഡേ കാണിച്ചുള്ളൂ, ഒരിക്കൽ പോലും താഴോട്ട് പോയിട്ടില്ല. അപ്പം ഈ 2.1 lakh crore-ലേക്ക് ഇത് എത്തിയത് കൊണ്ട് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ തന്നെ ആവറേജ് 2 ലക്ഷം കോടി തൊട്ട് അങ്ങോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാനന്ന് പറഞ്ഞു. ഗവൺമെന്റുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ മാറ്റി വെച്ചേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് GST ആയിട്ട് ബന്ധപ്പെട്ട്. GST വരുമാനം കുറവായിരിക്കും എന്നൊക്കെ പേടിച്ചിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്ലാബ്സ് ഒക്കെ ഉണ്ടാക്കി കുറെ കോംപ്ലക്സ് ആയിട്ടാണ് GST സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ GST സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് 1-2 ടാക്സ് സ്ലാബുകളിലേക്ക് കൊണ്ടുവരിക. ഇപ്പം 5% ഉണ്ട്, 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. ഇങ്ങനെ 5 സ്ലാബൊന്നും ഇല്ലാതെ 1-2 സ്ലാബുകളിലേക്ക് GST കൊണ്ടുവരിക, സിംപ്ലിഫൈ ചെയ്യുക. പ്ലസ് നമ്മളുടെ പെട്രോളിയം പ്രോഡക്ട്സ് ഇപ്പോഴും GSTയുടെ പരിധിയിലില്ല, അതിനെ GSTയുടെ പരിധി കൊണ്ടുവരിക. നമ്മളുടെ മദ്യം GSTയുടെ പരിധിയില്ല, പല ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളുടെ പലതിനും GSTയുടെ പരിധിയിലില്ല. ഇതെല്ലാം GSTയുടെ പരിധി കൊണ്ടുവന്നിട്ട് റേറ്റ് റാഷണലൈസേഷൻ ചെയ്യുക. അതുപോലെ GST കംപ്ലൈൻസ് കുറച്ചുകൂടെ സിമ്പിളർ ആക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ എഡിറ്റോറിയലിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. കാര്യം ഗവൺമെന്റ് ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ പൈസയാണ് ഇപ്പം ഇതുവഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത് GST വഴി. അപ്പൊ അതുവഴി വരുമാനം നഷ്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നുള്ള വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ GST ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ, GST കൗൺസിലാണ് ഈ ഡിസിഷൻസ് എല്ലാം എടുക്കേണ്ടത്. ഈ GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണെന്നും അതിലെ മെമ്പേഴ്സ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. GST, CGST, SGST, IGST ഇങ്ങനെ 3 GST ആണ് നമുക്കുള്ളതെന്നും CGST, SGST ആണ് നമ്മൾ എപ്പോഴും പേ ചെയ്യുന്നത്. IGST ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസ്ഫറിനും അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒക്കെയാണ് IGST ആപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ട് നോർമലി സിറ്റിസൺസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് പേ ചെയ്യേണ്ടി വരത്തില്ല. IGST ഇന്റഗ്രേറ്റഡ് GST. പിന്നെ GSTN എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. GSTN എന്ന് പറയുന്നതാണ്
നമ്മളുടെ ഈ GST ഫയൽ ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ, GST റിട്ടേൺ ഫയൽ ചെയ്യണം എന്നൊക്കെ, അതൊക്കെ ഈ GSTN എന്ന് പറയുന്ന സംഭവത്തിലാണ്. ഇതാണ് സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ ഓഫ് GST എന്നറിയപ്പെടുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഇതാണ് സോഫ്റ്റ്വെയർ ബാക്ക് ബോൺ ഓഫ് GST. ഇൻഫോസിസ് ആണ് അത് ക്രിയേറ്റ് ചെയ്തത്, GSTN. പിന്നെ ഇതിൽ പറയാനുള്ള ഇതെന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. ഇതൊക്കെയാണ് GST നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത്. ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനിപ്പം GST പേ ചെയ്യുന്ന ഒരാളാണ്, ഈ ബിസിനസ് ഉള്ളതുകൊണ്ട് എനിക്ക് GST പേ ചെയ്തേ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ മന്ത്ലി GST പേ ചെയ്യുമ്പോൾ ഞാൻ മറ്റ് ബിസിനസ്സുകൾക്ക് GST പേ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഞാനിപ്പോൾ ഇപ്പൊ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ, ഇത് അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്താണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ അതിന്റെ GST ആയിട്ട് ചിലപ്പോൾ ഞാൻ 10-30,000 രൂപ ചിലപ്പോൾ ഒരു കമ്പനി കൊടുത്തു കാണും. ഞാൻ GST പേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കൊടുത്ത GST കുറച്ചിട്ട് കൊടുത്താൽ, എനിക്കിപ്പോൾ 2 ലക്ഷം രൂപ GST മന്ത്ലി കൊടുക്കാണ്ടതായിരിക്കും. ഈ മന്തിൽ ഞാൻ 2 ലക്ഷം കൊടുക്കാനുള്ള സ്ഥാനത്ത് ഇതിന്റെ ഓൾറെഡി ഞാൻ 30,000 റുപ്പീസ് മറ്റേ കമ്പനിക്ക് കൊടുത്തേക്കാം. ആ 30,000 എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ പേ ചെയ്യാനുള്ള എന്റെ ലയബിലിറ്റിയിൽ അത് കുറയ്ക്കാം. അപ്പൊ എനിക്ക് 2 ലക്ഷം കൊടുക്കാണ്ടെങ്കിൽ 1,70,000 കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ പല ആൾക്കാർക്ക് പല സാധനങ്ങളും സപ്ലൈ ചെയ്തപ്പോഴും സർവീസ് സപ്ലൈ ചെയ്തപ്പോഴൊക്കെ GST കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ GST എമൗണ്ട് എല്ലാം എന്റെ GST ലയബിലിറ്റി തന്നെ കുറച്ച് ചിലപ്പോൾ എനിക്ക് 2 ലക്ഷം അടയ്ക്കാനുള്ള സ്ഥാനത്ത് എനിക്ക് ചിലപ്പം 50,000 രൂപ അടയ്ക്കേണ്ടി വരുള്ളൂ. അതിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ. പിന്നെ ഇവിടെ ഈസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. നമ്മളുടെ ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ബംഗാളിലെ ഇലക്ഷനിൽ അവിടുത്തെ പ്രധാന പ്രതിയോഗികൾ തൃണമൂൽ കോൺഗ്രസും BJPയുമാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ അതൊരു ചരിത്രപരമായ വൈരുദ്ധ്യമാണ്. കാര്യം BJPക്ക് യാതൊരു ഫുഡ് ഹോൾഡും ഇല്ലാതിരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇടതിനും കോൺഗ്രസിനും മാത്രം പ്രാധാന്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റ്. പിന്നെ കോൺഗ്രസ് അവിടെ നിന്ന് പോകുന്നു, പിന്നെ ഇടതും തൃണമൂലുമായി. ഇപ്പൊ ഇടതും ഇല്ല, കോൺഗ്രസും ഇല്ല, അവിടെ തൃണമൂലും BJPയായി. അതിന് പല പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ 18ഓളം ലോക്സഭാ സീറ്റുകൾ BJP പിടിക്കുകയും 22-24 സീറ്റുകൾ അവിടെ തൃണമൂൽ കോൺഗ്രസും പിടിച്ചു. അതിനുശേഷം നടന്ന നിയമസഭ BJPക്ക് വലിയ വോട്ട് മുന്നേറ്റത്തോടെ ഉണ്ടായി. അതിനുശേഷം നടന്ന നിയമസഭാ ഇലക്ഷനിൽ പക്ഷേ വീണ്ടും മമതാ ബാനർജി തന്നെ അവിടെ അധികാരത്തിൽ വന്നു. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പാർട്ടിയായിട്ട് BJP മാറി. നല്ല വോട്ട് ശതമാനം BJPക്കും തൃണമൂലിനും ആ ഇലക്ഷനിൽ നേടാൻ പറ്റി. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ഒപ്പീനിയൻ പോൾസ് ഒക്കെ പലതും പറയുന്നത് അവിടെ മമതാ ബാനർജിയുടെ ഗവൺമെന്റ് ബാക്ക് ഫൂട്ടിലാണെന്നും അവിടെ ഒരുപാട് കറപ്ഷൻ അലിഗേഷൻസ് ഉണ്ടായി. അതുപോലെ ഇപ്പൊ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്തതിൽ ഒരു സ്കാം നടന്നു. 25,000 ടീച്ചേഴ്സിനെ അവർ അപ്പോയിന്റ് ചെയ്ത ഫുള്ളായിട്ട് സുപ്രീം കോടതിയെ ബംഗാൾ ഹൈക്കോർട്ടും കണ്ടാണ് അതിന് ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് സ്കാം നടന്നു കണ്ടെത്തിയിട്ട് പിരിച്ചുവിട്ടു ആ ടീച്ചേഴ്സിനെ. അതെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് അവിടെ കൂടുതൽ സീറ്റുകൾ BJP നേടിയേക്കും എന്നുള്ള ഒരു ഒപ്പീനിയൻ പോലും ഉണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന 2 പാർട്ടികളാണ് കോൺഗ്രസും CPM എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ നോർത്തേൺ ബംഗാളില് BJPക്ക് വലിയ സ്വാധീനവും സദേൺ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ സ്വാധീനമാണ്. അതിനെക്കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ പിന്നീട് ഇവിടെ വേറെ ഇവിടെ 1-2 ഓർഗനൈസർ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. CCI എന്താണ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ ആണ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഫെയർ ട്രേഡ് റെഗുലേറ്റർ, അതായത് മൊണോപ്പൊളീസ് എന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടാതെ മൊണോപ്പൊളിറ്റിക് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ഡസ് PMJAY നീഡ് എ ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. PMJAYയുടെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് എന്നറിയപ്പെടുന്ന സ്കീമില്ല, അതാണ് PMJAY, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവകാശപ്പെടുന്ന സംരംഭമാണിത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന PMJAY, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതിൽ BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് 5 lakhs റുപ്പീസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഇയർലി പ്രൊവൈഡ് ചെയ്യും. 5 lakhs റുപ്പീസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇപ്പൊ മോഡി ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് ഇനി അവർ അധികാരത്തിൽ വന്നാൽ 65 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് അവരുടെ ഇൻകം ഒന്നും പരിഗണിക്കാതെ, അവർ BPL ആണോ APL ആണോ ഒന്നും പരിഗണിക്കാതെ ഫുള്ള് 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുമെന്നാണ് PMJAY. പക്ഷെ അതിന്റെ സ്ട്രക്ചറലി കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ ആൾക്കാരെ കിട്ടുന്നതിന് കുറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് കുറച്ച് റീഡിസൈൻ വേണമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്ന് പറയണം.
പിന്നെന്താണ് പിന്നെ ഈ പേജിലൊക്കെ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. പോക്സോ ആക്ടിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഒരു ന്യൂസ് ഉണ്ട്, സുപ്രീം കോടതിയിൽ പരാമർശമൊക്കെയാണ് പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട്. പോക്സോ ആക്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളെ കുട്ടികളെ സെക്ഷലി പീഡിപ്പിക്കുന്ന ആൾക്കാർക്ക് എതിരെ പ്രയോഗിക്കുന്ന ആക്ടാണ് പോക്സോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ ആക്ട്. പിന്നെ നെക്സ്റ്റ് പേജ് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ്. അതിനടുത്ത പേജ് ഞാൻ പറഞ്ഞു മണിപ്പൂർ വയലൻസിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കഴിഞ്ഞ 1-2 ദിവസമായിട്ടുണ്ട്. സെന്റർ ടു ട്രെയിൻ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സസ് ഓൺ ന്യൂ ക്രിമിനൽ ലോസ്. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ ലോസിനെ കുറിച്ച് സ്റ്റേറ്റ് പോലീസിന്, എല്ലാ സ്റ്റേറ്റുകളിലെയും പോലീസിനെ സെൻട്രൽ ഗവൺമെന്റ് ട്രെയിൻ ചെയ്യിക്കാൻ പോയാണ്. ട്രെയിൻ ചെയ്യിപ്പിക്കണം. കാര്യം എന്താണ്, ഇതിപ്പം മെയ് മാസം 4-ാം തീയതി, ജൂൺ 1 മാസം കൂടെ ഉള്ളൂ. ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ പിന്നെ ഉള്ളത് ഇന്ത്യൻ പീനൽ കോഡ് അല്ല. ജൂലൈ 1 തൊട്ട് ഇന്ത്യൻ പീനൽ കോഡ് ഇല്ല, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC ഇല്ല, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇല്ല, അതൊന്നുമില്ല. പകരം ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത, പിന്നീട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPCക്ക് പകരം, അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പൊ ഇത് മൂന്നുമാണ് വരാൻ പോണത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. IPCക്കും CRPCക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം എന്നോട്ട് ജൂലൈ 1 തൊട്ട്. ഇനി 2 months പോലും. അപ്പൊ നമ്മളെ പോലീസിനൊക്കെ അതിൽ ട്രെയിൻ ചെയ്യിക്കേണ്ട കാര്യം, അവരല്ലേ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ട ആൾക്കാർ. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജാണ്. അവിടെ പറയാനുള്ള ഒരു കാര്യം, ഏപ്രിൽ PMI സിഗ്നൽ സെക്കൻഡ് ബെസ്റ്റ് ഗെയിൻ ഇൻ മാനുഫാക്ചറിംഗ് സെക്ടർ ഇൻ 42 months. കഴിഞ്ഞ 42 മാസം എന്ന് പറയുമ്പോൾ 3.5 വർഷം. കഴിഞ്ഞ 3.5 വർഷത്തിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് PMI ആയിരുന്നു ഈ കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയ. PMI എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയാം. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഈസ് ദ അനദർ ഇൻഡെക്സ് ടു ഷോ ദ performance of our industrial sector. I already told you that IIP, Index of Industrial Production, is the authentic indicator of the performance of our industrial sector, and that is being calculated by NSO, National Statistical Office. But another indicator is also there, PMI, Purchasing Managers Index, and that is a private index. HSBC പോലുള്ള എനിക്ക് തോന്നുന്നു HSBC ആണ് ഇതിപ്പം PMI ചെയ്യുന്ന പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതും ഇതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രൈവറ്റ് ആണെന്നേ ഉള്ളൂ. അത് 50ക്ക് മുകളിൽ രേഖപ്പെടുത്തുന്ന ഏത് റീഡിങ്ങും ഗ്രോത്തിനാണ് കാണിക്കുന്നത്. ഇപ്പം രേഖപ്പെടുത്തിക്കുന്നത് 58.8 ആണ്. അപ്പൊ വലിയ ഗ്രോത്ത് ആണ്. 50ക്ക് മുകളിലുള്ള ഏതും ഗ്രോത്ത് ആണ്. പിന്നെ NPCI Global Arm to develop UPI-like system for Namibia. Namibia is an African country. Namibia ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അവർക്ക് UPI മോഡലില്, അതായത് നമ്മളുടെ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് മോഡലില് പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പോയാണ്. ആരാണ്? NPCI. നമ്മൾ NPCI ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI ഡെവലപ്പ് ചെയ്ത NPCI ആണ്. അവരിപ്പോ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് NPCI ഒരു ഗ്ലോബൽ കമ്പനി ഉണ്ടാക്കി. അതിന്റെ പേരാണ് NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ്. NPCI ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ലിമിറ്റഡ്. അവരാണ് നമീബിയയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. പിന്നെ ഇറങ്ങുന്ന പേജില് പറയാനില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇത് പഠിക്കേണ്ട കാര്യം, ഹംസ യൂസഫ് ആയിരുന്നു സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ. സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ആരായിരുന്നു? ഹംസ യൂസഫ്. പക്ഷേ ഈ ഹംസ യൂസഫ് ഇപ്പം ചില പ്രശ്നങ്ങൾ കൊണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചാണ്, റിസൈൻ ചെയ്യേണ്ടി വന്നു ഹംസ യൂസഫിന്. അതിന് പകരം ജോൺ സ്വിന്നി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററായി മാറിയേക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇതുവരെയ്ക്ക് ആയിട്ടില്ല. ആവട്ടെ, അതിനുശേഷം നമുക്കത് എഴുതാം. പിന്നെ കണ്ടില്ല, അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഫ്രീ സ്പീച്ച് ഒക്കെ എന്ന് പറഞ്ഞ വെറുതെ ആണെന്നാണ് അവിടെ. പിന്നെ ലണ്ടൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റിയുടെ മേയർ പാകിസ്ഥാൻകാരനായ സാദിഖ് ഖാൻ ആണ്. പാകിസ്ഥാൻകാരൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലാണ് അങ്ങനെയുടെ എന്താ പറയുക ഈ ആൻസിസ്ട്രൽ റൂട്ട്സ് ഉള്ളത്. പക്ഷെ ഇപ്പം
ബ്രിട്ടീഷുകാരനാണ്, നമ്മളുടെ ഋഷി സുനാകിനെ പോലെ. ഋഷി സുനാക് അല്ലേ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ. സാദിഖ് ഖാൻ ലണ്ടന്റെ മേയറാണ്. ഇപ്പൊ അവിടെ വീണ്ടും മേയർ ഇലക്ഷൻ വരികയാണ്. അതിൽ വീണ്ടും ജയിച്ചാൽ വീണ്ടും സാദിഖ് ഖാൻ അവിടുത്തെ മേയർ. ഇനി സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ IPL ഒക്കെ തന്നെയാണ്. അതിനടുത്ത പേജിൽ തോമസ് കപ്പ്, യൂബർ കപ്പ്, ഇത് രണ്ടിലും ഇന്ത്യക്കാര് ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി. അപ്പൊ തോമസ് കപ്പിൽ, യൂബർ കപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ തീർന്നു. അതിനടുത്ത പേജിൽ പോകുമ്പോ ചാമ്പ്യൻസ് ലീഗ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യന്മാരെ കണ്ടുപിടിക്കാനുള്ള ലീഗാണ് ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പിലെ. പിന്നെ ഇന്ത്യയുടെ വിമൻ ഹോക്കി ടീമിന്റെ പുതിയ ക്യാപ്റ്റനായിട്ട് സലീമ ടീറ്റിയെ അപ്പോയിന്റ് ചെയ്തു. സലീമ ടീറ്റി, ഇത്രയും കാലം അത് സവിത പൂനിയ ആയിരുന്നു. അപ്പൊ അവർക്ക് അത്യാവശ്യം ഏജ് ആയതുകൊണ്ട് അവരെ മാറ്റി പുതിയ ജനറേഷനെ കൊണ്ടുവരാണ് സലീമ ടീറ്റിന്റെ പുതിയ വിമൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. FIH ആണ് ഹോക്കിയുടെ ഇന്റർനാഷണൽ ബോഡി. FIH എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. FIH ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ബാഡ്മിന്റൺ താരമായിരുന്ന കെന്റോ മൊമോത്ത റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കെന്റോ മൊമോത്ത ആയിരുന്നു ഒരുപാട് വർഷം ലോകത്തിലെ നമ്പർ 1 ബാഡ്മിന്റൺ പ്ലെയർ. ജപ്പാൻകാരനാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. താങ്ക് യു.